ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 1-ലെ പേജ് നമ്പർ 9-ലെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ പോർഷൻസൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കാണുക, എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് വെദർ 1156 ആൻഡ് 2800 ആർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പറുകൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയറുകളാണോ എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 1156 ചെയ്ത് നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 1156-ൽ ആദ്യം നമ്മൾ 11 എടുക്കുന്നു. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 2 വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 2 കൊണ്ട് 11-നെ എത്ര ടൈംസ് ചെയ്യാം? 5 2s are 10. അപ്പോൾ 5 2s are 10 ചെയ്യുമ്പോൾ 11 - 10 is 1. ആ 1-നെ നമ്മൾ 5-ൻ്റെ കൂടെ കൊടുത്തിട്ട് ഇത് 15 ആക്കുന്നു. 15-ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ട്. 7 2s are 14. ആ 14-നെ നമ്മൾ 15-ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 15 - 14 is 1. ആ 1 വീണ്ടും നമ്മൾ അടുത്ത ഡിജിറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ഇത് 16 ആകുന്നു. 16-ൽ 2 8 ടൈംസ്. 8 2s are 16. അടുത്തത് നമുക്ക് കിട്ടിയത് ഈവൻ നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 5-ൽ 2 ടൈംസ്. 2 2s are 4. 5 - 4 is 1. ആ 1 നമ്മൾ അടുത്ത ഡിജിറ്റിന് കൊടുക്കുന്നു. അപ്പോൾ 17 ആകുന്നു. 17-ൽ 2 8 ടൈംസ്. 8 2s are 16. ആ 16-നെ നമ്മൾ 17-ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 1 കിട്ടും. ആ 1 നമ്മൾ അടുത്ത ഡിജിറ്റിന് കൊടുക്കുന്നു. അപ്പോൾ അത് 18 ആകും. 9 2s are 18. ഇനി നമുക്കിവിടെ 2 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്തത് ഏത് നമ്പർ കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയാം? 3യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കുക. അതായത് 2 + 8 + 9 ചെയ്ത് നോക്കുക. 8 + 2 എന്ത് വരും? 10. 10 + 9 19. വീണ്ടും 9 + 1 ചെയ്താൽ നമുക്ക് 10 കിട്ടും. അത് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. 4 പറ്റില്ല. 5 പറ്റില്ല. 6 പറ്റില്ല. 7 കൊണ്ട് നോക്കിയേ. 7 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 7 കൊണ്ടും പറ്റില്ല അല്ലേ? 7 കൊണ്ട് ചെയ്താൽ 7 4s are 28. പിന്നെ 9-നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഏത് വെച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക? ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് 17 കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ 17 കൊണ്ട് എന്ത് വരും? 28-ൽ 17 എത്ര ടൈംസ് വരുമെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്ത് നോക്കാം. 17 1 ടൈം. 8 - 7 is 1. ഇവിടെ 1, ഇവിടെ 9. ഇനി നമുക്ക് 17 × 7 ചെയ്ത് നോക്കാം. 7 7s are 49. 7 + 4 11. അപ്പോൾ 7. 17 × 17 ആണ് 289 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 17 again 17 1. അപ്പോൾ നമ്മൾ 1156-നെ ചെയ്തപ്പോൾ നമുക്ക് 2 × 2 × 17 × 17 എന്ന് കിട്ടി. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് റീഗ്രൂപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 17 ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. അടുത്ത 2 × 17 ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 17 സ്ക്വയർ എന്ന് എഴുതാം. = 17 × 2 34. 34 സ്ക്വയർ ആണ് 1156 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ? 1156 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി ഈ മെത്തേഡ് ഇതല്ലാതെ അടുത്ത ഒരു മെത്തേഡ് കൂടെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? 2 × 2 നമ്മൾ ഒരു ഇതായിട്ട് എടുക്കുന്നു. 17 × 17 അടുത്ത ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. ഇങ്ങനെ എടുത്താലും നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് ഒന്നെടുക്കുന്നു, ഇതിൽ നിന്നും ഒന്നെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് 34 എന്ന് കിട്ടും. അപ്പോൾ √1156 എന്ന് പറയുന്നത് എന്താണ്? 34 ആണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തത് 2800 ആണ്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2800. അപ്പോൾ ഇവിടെ നമുക്ക് ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണ്.
പക്ഷേ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യാം. 2 ഡിവൈഡഡ് ബൈ 2 ഈസ് 1. 8 ഡിവൈഡഡ് ബൈ 2 ഈസ് 4. അടുത്ത 2 സീറോസ് നമ്മൾ അതേപോലെ എഴുതുന്നു. എഗെയിൻ 2. 14ൽ 7 ടൈംസ് 2 സീറോസ് നമ്മൾ താഴേക്ക് എഴുതുന്നു. എഗെയിൻ 2. 3 2s are 6. 7 minus 6 is 1. അപ്പോൾ ഇവിടെ 10 ആകുന്നു. 10ൽ 2 5 ടൈംസ്. അടുത്ത 0 അതേപോലെ എഴുതുന്നു. എഗെയിൻ 2. 1 into 2 2. 3 minus 2 is 1. 15ൽ 7 ടൈംസ്. 7 2s are 14. 15 minus 14 is 1. അപ്പോൾ ഇവിടെ 10 ആകുന്നു. 10ൽ 2 5 ടൈംസ്. ഇനി ഇവിടെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കിവിടെ 5 കൊണ്ട് ചെയ്യാം അല്ലേ. 5 കൊണ്ട് ചെയ്യുമ്പോൾ 5 3s are 15. 17 minus 15 is 2. ഇവിടെ 25 ആയി. 25 എന്ന് പറയുന്നത് 5 into 5 25. Again 5. 7 5s are 35. 7 1. അപ്പോൾ ഇതിനെ എഴുതിയപ്പോൾ നമുക്ക് 2 into 2 into 2 into 2 into 5 into 5 into 7 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ പെയർ ആക്കുവാണെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു പെയർ എടുക്കാം, ഇത് രണ്ടും കൂടെ ഒരു പെയർ എടുക്കാം, ഇത് രണ്ടും കൂടെ ഒരു പെയർ എടുക്കാം. പക്ഷേ 7 എന്തില്ല? 7 നമുക്കിവിടെ പെയർ ഇല്ല. 7 പെയർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തു പറയാം? 2800 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 1156 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് കറക്റ്റ് പെയർ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. 2800 പെർഫെക്റ്റ് സ്ക്വയർ അല്ല.